അപ്പൊ നമ്മൾ ഇനി പറയേണ്ടത് 59-ാമത്തെ പേജിലെ പദ്യമാണ്. ക്ഷമയുടെ കാര്യം. ക്ഷമായാഹ മഹത്വം. ക്ഷമയുടെ മഹത്വം. ക്ഷമാവാൻ അശക്ത ഇത്യേകമേവ ദോഷം തസ്മിൻ ജനാഹ പശ്യന്തി കിന്തു ക്ഷമ ഏവ പരമം ബലം. ക്ഷമയുള്ളവൻ അശക്തനാണെന്നുള്ള ഒരേ ഒരു ദോഷം മാത്രമേ ആ ക്ഷമയുള്ളവന്റെ മേൽ ജനം കാണുന്നുള്ളൂ എന്ന് പറയുന്ന ആ ശ്ലോകമാണ്. ഏക ക്ഷമാവതാം ദോഷോ ദ്വിതീയോന്നോപപദ്യത. ക്ഷമയുള്ളവന് ഒരേ ഒരു ദോഷമേ ഉള്ളൂ, രണ്ടാമത്തെ ഒരു ദോഷമല്ല. യതേനം ക്ഷമയായുക്തം അശക്തം മന്യതേ ജന. അത് യാതൊന്നാന്ന് വെച്ചാൽ ക്ഷമയായുക്തം ഏനം, ക്ഷമയുള്ള ഇയാളെ അശക്തനായിട്ട് ജനങ്ങൾ കണക്കാക്കുന്നു എന്നർത്ഥം. അതിൻ്റെ അന്വയം നോക്കുമ്പം ക്ഷമാവതാം ഏക ദോഷ ഉപപദ്യതേ ദ്വിതീയ. ക്ഷമാവതാം, ക്ഷമയുള്ളവർക്ക് ഒരേ ഒരു ദോഷമാണ് ഉള്ളത്. ഉപപദ്യത എന്ന് പറഞ്ഞാൽ ഉപപാദിക്കുന്നു, ഉപലഭ്യത അടുത്ത് ലഭിക്കുന്നു ഉള്ളത് എന്നൊക്കെ അർത്ഥം. ദ്വിതീയ, രണ്ടാമതൊരു ദോഷം അവർക്ക് ഉണ്ടാവില്ല. അപരദോഷം എന്ന വിദ്യതയെന്ന് കാണുന്നു. പിന്നെ യത് ജന ക്ഷമായായുക്തം ഏനം, യത് ജനഹ ക്ഷമയായുക്തം, അത് യാതൊന്നാണെന്ന് പറഞ്ഞാൽ ജനഹ ക്ഷമയായുക്തം, ക്ഷമയോട് യോജിപ്പിച്ചവരായിട്ടുള്ള ആളുകൾ, ക്ഷമയുള്ള ആളുകൾ അല്ല, യത് ജന, അതങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾ, യത് ജനഹ, ജനങ്ങളൊക്കെ തന്നെ ക്ഷമയായുക്തം ഏനം, ക്ഷമയുള്ളവനായ ഇയാളെ അശക്തനായിട്ട് കണക്കാക്കുന്നു. മനസ്സിലായില്ല? ഇത് യാതൊന്നാന്ന് വെച്ചാൽ ജനങ്ങളൊക്കെ തന്നെ ജനഹ ക്ഷമയായുക്തം ഏനം അശക്തം മന്യതയെ, അതങ്ങനെ അശക്തനായിട്ട് കാണുന്നു ക്ഷമയുള്ള ഒരാള്. പിന്നെ പറയാണ് സോസ്യ ദോഷോന്ന മന്തവ്യ ക്ഷമാഹി പരമം ബലം ക്ഷമാ ഗുണോ ഹി അശക്താനാം ശക്താനാം ഭൂഷണം ക്ഷമാ ക്ഷമാ വശീകൃതിർലോകേ ക്ഷമയാക്കിം ന സിദ്ധ്യതി. അതൊരു ഒരു ശ്ലോകമല്ല, ഒരു 1.5 ശ്ലോകം ഒരുമിച്ച് ചേർത്തിട്ട് എഴുതിയതാണ്. ഒരു അര ശ്ലോകം എവിടെയോ ഇവരെടുത്ത് പോയിട്ടുണ്ട്, അതൊന്നിപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ ഇവിടെ ഒരുമിച്ച് പറഞ്ഞാൽ സ അസ്യ ദോഷ എന്ന മന്തവ്യ, ജനങ്ങള് അദ്ദേഹത്തെ അശക്തനായിട്ട് കണക്കാക്കും, ക്ഷമയുള്ളവനെ അശക്തനായിട്ട് കണക്കാക്കും എന്നുള്ളത് ഉള്ള ആ ഒരു ദോഷം ക്ഷമാവാന്മാരുടെ ദോഷമല്ല. അസ്യ ദോഷ എന്ന മന്തവ്യ, അത് ആ ക്ഷമയുള്ളവരുടെ ദോഷമായിട്ട് കണക്കാക്കേണ്ടതില്ല, അറിയേണ്ടതില്ല എന്ന്. മന്തവ്യ എന്ന് പറഞ്ഞാൽ മാനനം ചെയ്യുക, കണക്കാക്കുക, അറിയുക എന്നൊക്കെ അർത്ഥം. ക്ഷമ പരം ബലം ഹി, ക്ഷമയാവുന്നു ഏറ്റവും വലിയ ബലം. പിന്നെ ക്ഷമ അശക്താനാം ഗുണ ഹി, ക്ഷമ എന്ന് പറഞ്ഞ സാധനം അശക്തന്മാർക്കൊരു ഗുണമായിട്ട് വരികയാണ്. അതേപോലെ ക്ഷമാശക്താനാം ഭൂഷണം, ക്ഷമയാണെങ്കിൽ ശക്തന്മാർക്കൊരു അലങ്കാരമായിട്ട് വരികയാണ് ക്ഷമ. ക്ഷമാ വശീകൃതി ലോകേ, ക്ഷമ ലോകത്തിൽ സകല ആളുകളെയും വശീകരിക്കുന്നതാണ്. വശീകരണോപായ ലോകേ ക്ഷമയാക്കിന്ന സാധ്യതയെ, ക്ഷമ കൊണ്ട് സാധിക്കാത്തത് എന്താണെന്നർത്ഥം. ക്ഷമയാ സർവം സുസാധ്യമേവാന്ന് എഴുതിയിട്ടുണ്ട്. ഈ ക്ഷമം എന്ന് പറഞ്ഞ വേറൊരു പ്രയോഗം ഉണ്ട്, അല്പം ക്ഷോധക്ഷമം തത്വം. ക്ഷമം എന്ന് പറഞ്ഞാൽ പര്യാപ്തം എന്നുണ്ട്. മറ്റേ ക്ഷോധക്ഷമം തത്വം എന്ന് പറഞ്ഞാൽ പൊടിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള. അവിടെ ക്ഷമാശബ്ദം ക്ഷമിക്കുക എന്നുള്ളതുകൊണ്ട്, പക്ഷെ അതിന് പര്യാപ്തമായെന്നുള്ള വേറൊരർത്ഥമുണ്ട്. ഇവിടെ ക്ഷമ തന്നെയാണ് അർത്ഥം. അത്രയേ ഉള്ളൂ. ക്ഷമ ശക്തിമത്തം ആയുധ, ക്ഷമാശക്തിയോടുകൂടിയുള്ളൊരായുധ. ശാന്തി ഖഡ്ഗ, ആ ശ്ലോകം തന്നെ വായിക്കാം. 61-ാം പേജാണ്. ശാന്തി ഖഡ്ഗ കരേയസ്യ കിം കരിഷ്യതി ദുർജന അതൃണയെ പതിതോ വന്നി
സ്വയമേ സ്വയമേവ ഓപശാമ്യതി. അത് ശ്ലോകം കേൾക്കുമ്പോഴേക്കിന് മനസ്സിലാക്കേണ്ടതാണ്. യസ്യ കരേ ശാന്തി ഖഡ്ഗ, യാതൊരാളുടെ കയ്യിൽ ശാന്തിയാകുന്ന ശമരൂപത്തിലുള്ള ശാന്തി സമാധാനമാവുന്ന വാൾ ഉണ്ടോ? ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാളാണ്. ദുർജന കിം കരിഷ്യതി, അയാളെ നേരെ ദുഷ്ടന്മാരെന്താ ചെയ്യുക? അതൃണയെ പതിത വന്നി, പുല്ല് ഉണങ്ങിയ പുല്ലൊന്നും ഇല്ലാത്തിടത്ത് വീണതായ തീയ്. ആ തൃണയെ പതിത വന്നി, വന്നി എന്ന് പറഞ്ഞാൽ തീയ്. സ്വയം ഏവ ഉപശാമ്യതി, ആ തീയ് തന്നെത്താനെ കെട്ടുപോവുകയുള്ളൂ, അത് പടർന്നു പിടിക്കാനൊന്നും സാധിക്കില്ല എന്നർത്ഥം. അതൊരു ഒരു ഇത് പറഞ്ഞിട്ട് ഒരടിയിലൊരു അതിന് ദൃഷ്ടാന്തം പറഞ്ഞിട്ട് അതിനെ കൊണ്ടങ്ങ് സമർത്ഥിക്കുകയാണ് ശാന്തി ഖഡ്ഗ എന്നുള്ള ആ ശ്ലോകം. പിന്നെ ക്ഷമ ഏവ ശമപ്രധാന, പിന്നെയും പറയാം ക്ഷമ തന്നെ. ഏകോ ധർമ്മ പരം ശ്രേയ, ഒരേ ഒരു ധർമ്മം ആണ് പരമായിട്ട് ശ്രേയസ്സായി കൊണ്ടുള്ളത്. അതിൻ്റെ അന്വയം നോക്കിയാൽ ഏകഹ ധർമ്മ പരം ശ്രേയ, ഏകോ ധർമ്മ പരം ശ്രേയ ക്ഷമേക ശാന്തിരുത്തമ വിദ്യയേക പരമാ തൃപ്തിരഹിംസയേക സുഖാവഹ. 4 സാധനങ്ങൾ: ധർമ്മം, ക്ഷമ, വിദ്യ, അഹിംസ. ഈ 4 സാധനങ്ങൾ പറയാം. ഏകഹ ധർമ്മ പരം ശ്രേയ, ഒരു ധർമ്മം തന്നെയാണ് അത്യന്തം ശ്രേയസ്കരമായിട്ടുള്ള സാധനം. ഏക ക്ഷമ ഉത്തമ ശാന്തി. ക്ഷമ ഒരേ ഒരു ക്ഷമയാണ്, കേവലമായ ക്ഷമയാണ് പരമമായിട്ടുള്ള ശാന്തി ഉണ്ടാക്കുക. അപരാധയപി അപ്രതീകാര, അതാണ് അപരാധയപി. ഇങ്ങോട്ട് അപരാധങ്ങൾ ചെയ്താലും അവരുടെ നേരെ പ്രതികരിക്കാണ്ടിരിക്കുക, അവരോട് ഇങ്ങനെ അങ്ങോട്ട് വിപരീതമായിട്ട് ചെയ്യാണ്ടിരിക്കുക. പ്രതികാരം എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെയാണ്. അവരുടെ നേരെ നമ്മൾ അതിനനുസരിച്ച് ഓരോ തച്ചുകൊല്ലാന്നും പോകാണ്ടിരിക്കുക, അതാണ് പരമമായിട്ടുള്ള ശാന്തി. പിന്നെ ഏകാവിദ്യ പരമാ തൃപ്തി, കേവലമായുള്ള വിദ്യയാണ് അഥവാ ജ്ഞാനമാണ് എന്താണ് പരമമായിട്ടുള്ള തൃപ്തി. എന്താണ്? അഹിംസയിക സുഖാവഹ. ഇവിടെ സുഖാവഹ എന്ന് മാത്രമേ എഴുതി കാണാനുള്ളൂ. അഹിംസ ഏക നമ്മുടെ അവിടെ എഴുതി ചേർക്കേണ്ടി വരും. ഹിംസാ വിരഹ ഏവ സുഖപ്രദ. ഇങ്ങനെ അഹിംസ തന്നെയാണ് മറ്റേ ഒരേ ഒരു ധർമ്മം തന്നെയാണ് അത്യന്തം ശ്രേയസ്കരമായത്. ഒരു കേവലമായ ക്ഷമയാണ് പരമമായുള്ള ശാന്തിയാവുന്നത്. വിദ്യയാണ്, ജ്ഞാനമാണ് അഹിംസയായിട്ട് അല്ലേ? അഹിംസ സുഖാവഹ, അഹിംസ തന്നെയാണ് സുഖാവഹമായിട്ടുള്ളതെന്നും 4 സാധനങ്ങൾ അവിടെ പറഞ്ഞിട്ട് സമർപ്പിക്കുക. പരദ്രോഹ രാഹിത്യമേവാത്ര അഹിംസാ ശബ്ദസ്യ അർത്ഥ. അതൊക്കെ ആ അടിയിൽ എഴുതിയ സംസ്കൃതം ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. അത് കുറേ സംസ്കൃതം ഇങ്ങനെ കിട്ടും. നരസ്യ സ്വധർമാചരണം ഏവ അത്യന്തം ശ്രേയസ്കരം കർമ്മ. ഏവ എന്ന് പറഞ്ഞാൽ തന്നെ എന്നുള്ള അർത്ഥമാണ്. ഏവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരം എന്നാണ് ഒരർത്ഥം. ഇനിയും പറയാണ്. ഇനിയിപ്പോൾ നമുക്ക് വീരോപദേശത്തിൽ 9 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ പഠിക്കാൻ. 57 മുതൽ 66 വരെ എന്ന് കാണുന്നു. പക്ഷെ 57 ശ്ലോകം കാണുന്നില്ല. 57 ഇല്ല, 61-ാമത്തെ പേജിലാണ് വേണ്ടത്. അത് കാണുന്നില്ല. ആ 3 വരിയിൽ ഒരു ശ്ലോകമായിട്ട് ഒരു കൂട്ടിയിട്ടുണ്ടാവണം. എന്തായാലും ഇതിൽ 58 മുതൽ കാണും. 58 to 66 ദ്വയം ശ്രദ്ധയെന്ന് കാണുന്നുണ്ട്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇതിൽ യൂണിറ്റ് 4 പേജ് 62. ദ്വാവിമൗ ഗ്രസതയെ ഭൂമി സർപ്പോ ബിലശയാനിവ രാജാനം ച ആവിരോദ്ധാരം ബ്രാഹ്മണം ച അപ്രവാസിനം എന്ന് പറഞ്ഞിട്ട് സർപ്പ ബിലശയാൻ ഇവ, സർപ്പം മാളങ്ങളിൽ ഉള്ള വിരഹ ഭുജഗ വിവരശായനോ ഭേഗാദി ജന്തുൻ ഇവ. ഭേഗം എന്ന് പറഞ്ഞാൽ തവളയാണ്. ഇങ്ങനെ ഭയ ശബ്ദം
കൊണ്ടാണ് തവളയ്ക്ക് ഭേകഹ എന്ന് പേര്. ഭുജഗഹ സർപ്പം, വിവരശായിനോ മാളത്തിന്റെ അകത്ത്, ബിലം വിവരം എന്നൊക്കെ പറഞ്ഞ മാളം എന്നുള്ള അർത്ഥമാണ്, ഇടയിലുള്ള ദ്വാരം. ഭേഗാദ് ജന്തുവിന് തവള, എലി മുതലായിട്ടുള്ള ജന്തുക്കളെ പോലെ. ഭൂമി അവിരോധാരം രാജാനം, ഭൂമി ശത്രുക്കളോട് ക്രോധിക്കാത്ത ഒരു രാജാവിനെയും, അതേപോലെ അപ്രവാസിനം ബ്രാഹ്മണം ച തീർത്ഥയാത്രാധികൃത ദേശാന്തരവാസം അകുർവന്തം വിപ്രം ച, അപ്രവാസിനം പ്രവാസിയായിട്ട് പോവാണ്ട്, തീർത്ഥസ്ഥാനങ്ങളിലൊന്നും പോവാണ്ട് അവനാൻ്റെ ഇല്ലത്ത് തന്നെ ഇരുന്നിട്ട് മരണപ്പെടുന്ന ഒരു ബ്രാഹ്മണനെയും, അതേപോലെ യാതൊരു ശത്രുക്കളും ഇല്ലാത്ത ഒരു രാജാവിനെയും. സർപ്പ വിലശയാൻ ഇവ, സർപ്പങ്ങൾ മാളത്തിലിരിക്കുന്ന മറ്റേ തവള, എലി മുതലായിട്ടുള്ള ജീവികളെ തിന്നും പോലെ, ഇമേ ദൗ ഗ്രസതയെ, ഈ രണ്ടാളുകളെയും ഭൂമി ഒന്നായിട്ട് വിഴുങ്ങുന്നു എന്നർത്ഥം. അതായത് ഭൂമിരേവ ഭുങ്ക്തേ നാന്യ കോപിതൗ ജാനാതീതി അർത്ഥ, അവരെ ഭൂമി മാത്രമാണ് അറിയുന്നത്, വേറെ ആരും, അവർ രണ്ടാളുകൾ അവിടെ ഉണ്ടെന്നുള്ള ഒരു ശത്രുക്കളൊന്നുമില്ലാത്ത യാതൊരു ശത്രുക്കൾ ജയിക്കേ യുദ്ധത്തിന് പോവുകയോ ചെയ്യാത്ത രാജാവ് അതേപോലെ തന്നെ തീപ്പെട്ടു പോവുകയുള്ളൂ എന്നർത്ഥം. രാജാവ് തീപ്പെട്ടു എന്നൊക്കെ അങ്ങനെ കാണാനേ ഉള്ളൂ. അവരൊന്നായിട്ട് പിന്നെ ഒരു അതേപോലെ തീർത്ഥയാത്രാദികളൊന്നും പോയിട്ട് ആത്മശുദ്ധി വരുത്താത്ത ബ്രാഹ്മണനും, അദ്ദേഹത്തിനൊന്നും ആരും അറിയാൻ പോകുന്നില്ല, ഒക്കെ അവിടെ കിടന്നിട്ട് മരിച്ചു പോവുകയുള്ളൂ. അവരെ ആരെയും അറിയില്ല. ആ ബിലശയങ്ങളായുള്ള മാളത്തിൽ കിടക്കുന്ന തവളയും, ആ വലിയ തവളയും പിന്നെ എലികളൊക്കെ പോലെ അവരെ വന്നിട്ട് ഭൂമി ഈ രണ്ടാളുകൾ, രാജാവിനെയും ബ്രാഹ്മണനെയും വിഴുങ്ങും പോലെ ഈ സർപ്പം വന്നിട്ട് അവരെ ഈ തവള ഈ മറ്റേ ഓരോ ജീവികളിലെ മാളത്തിലുള്ള പാമ്പ് പിടിക്കുന്ന ജീവികളൊക്കെ പോലെ പാമ്പ് അവരെ മിണുങ്ങും പോലെ ഭൂമി ഇവരെയും വിഴുങ്ങുന്നു എന്നർത്ഥം. ഗ്രസത എന്ന് പറഞ്ഞാൽ ഗ്രസിക്കുന്നു. സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നൊക്കെ കേട്ടില്ലേ? ഗ്രസത എന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്നു, പിടിച്ച് വിഴുങ്ങുന്നു എന്നർത്ഥം. ദ്വാവിമോ ഗ്രസതയെ ഭൂമി സർപ്പോ ബിലശയാനോ, അതൊരു ഉദാഹരണം പറഞ്ഞതാണ്. പാമ്പ് മാളങ്ങളിൽ കിടക്കുന്ന ജീവികളെ പോലെ അവിരോധിയായിട്ടുള്ള രാജാവിനെയും ബ്രാഹ്മണനെയും, മറ്റേ ദേശാന്തരഗമനം നടത്താത്ത ബ്രാഹ്മണനെയും അതേപോലെ ഭൂമി വിഴുങ്ങി അവസാനിപ്പിക്കുന്നു. അവരെ ഒരു കുട്ടി അവരെ അറിയില്ല എന്നർത്ഥം. പിന്നെ പറയാം, ദ്വേ കർമ്മണി നരഃ കുർവൻ അസ്മിൻ ലോകേ വിരോചതേ അബ്രുവൻ പരുഷം കിഞ്ചിത് അസതോനർച്ചയം തഥാ, അസതഃ അനർച്ചയൻ തഥാ തഥാ എന്നാണ്. നരഃ അസ്മിൻ ലോകെ കിഞ്ചിത് പരുഷം അബ്രുവൻ, യാതൊരു മനുഷ്യനാണോ ഈ ലോകത്തില് ആരോടും കിഞ്ചിത് പരുഷം അബ്രുവൻ, ഒരു പരുഷമായിട്ട് ആരോടും സംസാരിക്കാത്ത ഒരാളെയും, തഥാ അസതഃ അനർച്ചയൻ, അസജ്ജനാൻ അപൂജയൻ, അസത്തുക്കളായിട്ടുള്ള ആൾക്കാരെ പൂജിക്കാതെയും ഇരിക്കുന്നത്, ദ്വേ കർമ്മണി കുറുവൻ വിരോചതയെ, ദ്വേ കർമ്മണി കുറുവൻ, അവര് ആ രണ്ട് കർമ്മം മാത്രം ചെയ്തിട്ട് രുച്യതയെ വിരോചതയെ ലോകപ്രിയന്മാരായിട്ട് തീരുന്നു. ക്രൂരഭാഷണം, അസത്പുരുഷ സേവനം എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ വർജിച്ചുകൊണ്ട് ഇല്ലാത്ത പുരുഷൻ ലോകത്തിൽ ജനപ്രിയന്മാരായിട്ട് ശോഭിക്കുന്നു എന്നർത്ഥം. 62. ഇനി 63 പേജാണ്. ദ്വാവിമോ പുരുഷവ്യാഘ്ര പരപ്രത്യയകാരിണോ സ്ത്രിയ കാമിതകാമിന്യൗ ലോക പൂജിത പൂജക. പുരുഷവ്യാഘ്ര എന്ന് പറഞ്ഞാൽ വ്യാഘ്രത്തെ പോലെ, കടുവയെ പോലെയുള്ള പുരുഷ. ഉത്തിഷ്ഠ നരശാർദൂല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ നരശാർദൂൽ എന്ന് പറഞ്ഞാൽ പുലി തന്നെ ആയിട്ടുള്ള മനുഷ്യൻ. അപ്പോൾ അവിടെ പുരുഷവ്യാഘ്ര, കടുവയെ പോലെയുള്ള പുരുഷ അദ്ദേഹത്തിന് സംബോധന ചെയ്യാണ്. ആരെ?
ഈ രാജാവിനെ സംബോധന ചെയ്യാണ്. ധൃതരാഷ്ട്രരെ സംബോധന ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ അനിയൻ പറയാണ്, വിതുരർ പറയാണ്, കാമിതകാമിന്യ സ്ത്രീയ, ഹേ പുരുഷശ്രേഷ്ഠ ധൃതരാഷ്ട്ര, അന്യയാ സ്ത്രീയ അഭിലഷിതം പുരുഷം കാമിതകാമിന്യ സ്ത്രീയ, അന്യയാ സ്ത്രീയ അഭിലഷിതം പുരുഷം അഭിലഷന്തോ നാര്യ കാമിതകാമിന്യ, കാമിക്കപ്പെട്ടു മറ്റൊരു സ്ത്രീയാൽ കാമിക്കപ്പെട്ടു പോയ, ആഗ്രഹിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു പുരുഷനെ, ആ പുരുഷനെ തന്നെ കാമിക്കുന്ന സ്ത്രീയും കാമിതകാമിന്യ സ്ത്രീയ പൂജിത പൂജക ലോക. പൂജിത പൂജക എന്ന് വെച്ചാൽ മറ്റാളുകൾ പൂജിച്ചിട്ടുള്ള പുരുഷനെ, മറ്റാളുകൾ വളരെ ബഹുമാനിക്കുന്ന ആളുകളെ പോയിട്ട് നമ്മൾ പിന്നെയും ബഹുമാനിക്കാൻ പോണ്ടില്ല. വാ വസ്തുവാ പൂജയൻ ജന, അവരെ വീണ്ടും പൂജിക്കാൻ പോകുന്ന ആൾക്കാർ, ഇമേ ദ്വൗ, ഈ രണ്ടുപേരും തന്നെ പരപ്രത്യേകാരിണവും, ഏതേ ദൗ പരേഷാം വിശ്വാസം അനുസരന്തൗ ഭവതഃ, മറ്റുള്ള ആളുകളെ വിശ്വാസം അതേപടി അനുസരിക്കുന്നവരാണ് എന്നർത്ഥം. അന്യയാ സ്ത്രീയ കാമിതം പുരുഷം സ്വവിശ്വാസേന വിനൈവ അന്യയാ കാമിത ഇത് ഹേതോരേവ വിശ്വസന്ധ്യോ നാര്യ, ഏതോ ഒരു സ്ത്രീയാൽ കാമിക്കപ്പെട്ട പുരുഷനെ തനിക്ക് വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ കൂടി അവൾ കാമിച്ചിട്ടുണ്ടല്ലോ, അവളെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ആ ഒരൊറ്റ കാരണം കൊണ്ട് ആ പുരുഷനെ തന്നെ വിശ്വസിക്കുന്ന നാരികളും സ്ത്രീകളും, ഇതരൈ ജനൈഹി പൂജിതം നരംബ, ഇത് സാരം എന്നുള്ള ഭാഗമാണ്. ഇതരൈഹി ജനൈഹി പൂജിതം നരംബ വസ്തുവാ തൻ മഹിമാനം അജ്ഞാതമേവ പൂജയൻ ജനശ്ച പരവിശ്വാസേന നീയമാനാഹ മൂഢാഹ ഭവന്തി. ഇവരിങ്ങനെ മറ്റാൾ പറഞ്ഞു എന്നുള്ള വിശ്വാസം കൊണ്ട് അവരെ പൂജിക്കുകയാണ്. വേറെ ആൾക്കാർ 10,000 ആൾക്കാർ ഒരു നടനെ വേറെ ആളെ പൂജിക്കുന്നുണ്ട് ചോദിച്ചാൽ നമ്മൾ മോനെ പൂജിക്കാൻ പോകേണ്ട ആവശ്യമില്ല എന്നർത്ഥം. മൂഢ പരപ്രത്യമായ ബുദ്ധി എന്ന് കാളിദാസൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. മൂഢന്മാരായിട്ടുള്ള ആളുകൾ പരന്മാരുടെ വിശ്വാസം കൊണ്ട് നയിക്കപ്പെടുന്ന ബുദ്ധിയോട് കൂടിയവരാണ് മൂഢന്മാർ. ഓക്കെ.